US വിപണികളെല്ലാം കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.1%, S&P 500 0.03% മൈനസും, നാസ്ഡാക്ക് 0.13% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റിൽ യുദ്ധത്തിന്റെ അനിശ്ചിതത്വം തുടരുക തന്നെയാണ്. ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ട്വീറ്റുകൾക്കനുസരിച്ച് ഏകദേശം ഡാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റാണ് വരുന്നത്. ഒരു ദിവസം അപ്പാണ്, അടുത്ത ദിവസം ഡൗൺ. അതേപോലെ തന്നെ യുദ്ധത്തിന്റെ അനിശ്ചിതത്വം ഇപ്പം തുടരുകയാണ്. തീരുവകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ട് സമയം കൂട്ടണ്ട എന്ന് സുപ്രീം കോടതിയോട് ട്രംപ് പറഞ്ഞതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ യുദ്ധത്തിൽ ഇടപെടണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല. അതുപോലെ ഇറാനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്നും, ഇനി എന്നാ തീരുമാനം എടുത്തിട്ടുണ്ട് അത് വെളിപ്പെടുത്തുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. അതിനിടയ്ക്ക് യുഎസിലെ ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നു, അത് അൺചേഞ്ച്ഡ് ആണ്. യുഎസിലെ താരിഫിനെ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വവും അതുപോലെ യുദ്ധത്തിന്റെ അനിശ്ചിതത്വവും ഒക്കെ ഇനി വരുന്ന മാസങ്ങളിൽ ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ഫെഡിന്റെ ചെയർമാൻ വരുന്നത്. ഫെഡിൻ ചെയർമാനെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാത്തതിന് ട്രംപ് പരിഹസിക്കുക പോലും ചെയ്തു. 2 ദിവസം മുമ്പ് വൈസ് പ്രസിഡന്റ് ഇതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാർക്കറ്റിന് ഫേവറബിൾ ആയിട്ട് ഒന്നുമില്ല. യുദ്ധത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. അത് സ്റ്റോക്ക് പ്രൈസുകളിലൊക്കെ നമുക്കത് കാണാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലത്തെ ദിവസം മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് നഷ്ടത്തിൽ ആരംഭിച്ച വിപണി പോസിറ്റീവ് ആവാനായിട്ട് ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും വീണ്ടും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 41 പോയിന്റ് മൈനസായിട്ട് 24,812, സെൻസെക്സ് ആയിട്ട് 140 പോയിന്റ് മൈനസായി 81,444 ക്ലോസ് ചെയ്തു. ബാങ്കിങ്, ഓട്ടോ സെക്ടർ മാത്രമാണ് പോസിറ്റീവ് ആയത്. ബാക്കി എല്ലാ സെക്ടറുകളും IT ഉൾപ്പെടെയുള്ള സെക്ടറുകളെല്ലാം മൈനസ് ആയിരുന്നു. ജൂലൈ 23 BSE സൂചികളുടെ ഒരു റീബാലൻസിംഗ് ഉണ്ട്. BEL ട്രെൻഡ് ഒക്കെ സെൻസെക്സിലേക്ക് വരുന്നുണ്ട്. ബ്രിട്ടാനിയയ്ക്കും ഹീറോ മോട്ടോയ്ക്കും പകരം ശ്രീറാം ഫിനാൻസും ഇൻഡിഗോയും വരുന്നുണ്ട്. അപ്പോൾ സെൻസെക്സിലേക്ക് വരുന്ന സ്റ്റോക്കുകളിൽ ഒരു പക്ഷേ ചെറിയൊരു പോസിറ്റീവ് മൂവ്മെന്റും പുറത്തേക്ക് പോകുന്നതിൽ നെഗറ്റീവ് മൂവ്മെന്റും സാധാരണ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ സീമെൻസ് എനർജി ഇന്ന് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. എഫാന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ FIS ഫ്യൂച്ചേഴ്സ് ഷോർട്ടാണ്, പ്രോ ട്രേഡേഴ്സ് ഷോർട്ടാണ്, ക്ലൈന്റ് ലോങ് ആണ്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ബെയറിഷ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാകണം. മറ്റൊന്ന് ഓപ്ഷൻസിലാണെങ്കിൽ FIS 1.71 ലാക്സ് കോൾ വാങ്ങുകയും 2.1 ലാക്ക് പുട്ട് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രോ ട്രേഡേഴ്സ് 1.4 ലാക്സ് കോൾ വാങ്ങുകയും 31,000 പുട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ക്ലൈന്റിനെ സംബന്ധിച്ച് പുട്ടും കോളും ഷോർട്ട് ചെയ്തേക്കാണ്. കോള് 3.1 ലാക്കും പുട്ട് 2.6 ലാക്കുമാണ് സെല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോ ട്രേഡേഴ്സ് ചെറിയ രീതിയിൽ ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അൺസർട്ടനിറ്റി മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. GNX നിഫ്റ്റി ഇപ്പോൾ മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ വിപണികൾ മൈനസിലാണ്. യൂറോപ്പിലെ ഇൻഫ്ലേഷൻ കുറയുന്നതായിട്ടാണ് കാണുന്നത്. യൂറോപ്യൻ വിപണികൾ മൈനസിലായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ നമ്മുടെ സ്റ്റോക്കുകളിൽ നിന്നൊക്കെ സെല്ല് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആൽക്കമ, സുസ്ലോണ, ബജാജ് ഫിനാൻസ്, വിശാൽ മെഗാമാർട്ട്, അതുപോലെ ഏഷ്യൻ പെയിന്റ്സിൽ നിന്ന് റിലയൻസ് എക്സിറ്റ് ചെയ്തു. കെയ്ൻസ്, ജൂബിലന്റ് ഫുഡ് ഇത്തരം സ്റ്റോക്കുകളിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊമോട്ടർമാർ സെല്ല് ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. കാരണം ചാർട്ടൊക്കെ പഠിക്കുന്നവരെക്കാളും കൂടുതൽ കമ്പനിയെ പറ്റി അറിയാവുന്നത് പ്രൊമോട്ടർമാരാണ്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ അനിശ്ചിത മാർക്കറ്റിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ചെറിയ ക്യാപിറ്റലുള്ള ട്രേഡ് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിങ്ങിന് ആശംസിക്കുന്നു. താങ്ക്